നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. 10th ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 100 രൂപ ചില്ലറയാക്കിയപ്പോൾ 20ൻ്റെയും 10ൻ്റെയും നോട്ടുകളാണ് കിട്ടിയത്. ആകെ 7 നോട്ടുകളെങ്കിൽ 20ൻ്റെ എത്ര നോട്ടുകളുണ്ട്? 100 രൂപ ചില്ലറയാക്കിയപ്പോൾ 20ൻ്റെയും 10ൻ്റെയും നോട്ടുകളാണ് കിട്ടിയത്. ആകെ എത്ര നോട്ടുകളാണുള്ളത്? 7 നോട്ടുകളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ 20ൻ്റെ എത്ര നോട്ടുകളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ എ നോക്കിക്കുക. ആദ്യം 4. 20ൻ്റെ 4 നോട്ടുകളാകുമ്പോൾ എത്രയായി? 20 × 4 80. ബാക്കി 4 നോട്ടുകളാണെങ്കിൽ 10ൻ്റെ 3 നോട്ടുകൾ വേണം അല്ലേ? 10 × 3 എത്രയാണ്? 30. ഇത് 100 ആവുന്നുണ്ടോ? 8 3 11. ഇത് 110 ആവുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി എടുത്ത് നോക്കുക. 20ൻ്റെ 3 നോട്ടുകളാകുമ്പോൾ എത്രയായി? 60. പിന്നെ 10ൻ്റെ 4 നോട്ടുകളാണ് വേണ്ടത്. 10 × 4 40. 60 40 100. അപ്പോൾ ഓപ്ഷൻ ബി 3 ആണ് നമ്മുടെ ആൻസർ. 8% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സന്ദീപ് 25,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും? മുതൽ എത്രയാണ്? നിക്ഷേപിച്ച തുക എത്രയാണ്? നിക്ഷേപിച്ച തുക 25,000. നിരക്ക് എത്രയാ? 8%. നിരക്ക് ഈക്വൽ ടു 8%. എത്ര വർഷമാണ്? 2 വർഷത്തെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. വർഷം 2. വർഷം 2 ആണെങ്കിൽ കൂട്ടുപലിശ കാണാനുള്ള നമ്പർ എത്രയാണ്? 1 2 1. 1ന് നേരെ നമ്മൾ മുതൽ എഴുതി 25,000. ഇനി 2ന് താഴെ എന്ത് ചെയ്യണം? 25,000ൻ്റെ 8% കണ്ടിട്ട് എഴുതണം. 25,000 × 100 8. 0 0 പോയി. ഇവിടെ 2 0 പോയി. 5 8 40. ശിഷ്ടം 4. 2 16 4 20. പിന്നെ ഒരു 0 കൂടി. 2000. ഇനി ഇതിന് താഴെ 1 താഴെ 2000ൻ്റെ 8% കാണാം. 2000ൻ്റെ 100ൽ 8. 100 പോയി. 2 0 പോയി. 2 8 16. പിന്നെ ഒരു 0. 160. ഇവിടെ 160 എഴുതുക. ഇനി ഇതൊക്കെ കൂടി ഗുണിക്കുക. 25,000 × 1 25,000. 2000 × 2 4000. 160 × 1 160. എന്താ ചോദിച്ചിരിക്കുന്നത്? 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും? ഇത് മൊത്തത്തിൽ കൂട്ടുന്നതാണ് 2 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന തുക. 25,000 പ്ലസ് 4000 പ്ലസ് 160. 0 6 1 5 4 9 2. 29,160 രൂപ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 7:4 എന്ന അംശബന്ധത്തിലാണ്. നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണ്. എന്നാൽ നീളം എത്ര? നീളവും എല്ലും ബിയും ആണെങ്കിൽ 7:4 എന്ന അംശബന്ധത്തിലാണ് നീളവും വീതിയും. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 7ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. 3 നമ്മളോട് പറഞ്ഞിരിക്കുന്ന 15. അതായത് നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളവും വീതിയും തമ്മിലുള്ള വ്യത്യാസം 15 ആണ്. ഈ അംശബന്ധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നീളവും വീതിയും തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. ആ 3 ആണ് 15. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? നീളം എത്ര? നീളം റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് 7 ആണ്. അങ്ങനെയാണെങ്കിൽ 7 എത്ര? ഇത് ക്രോസ് ചെയ്യുക. 7ഉം 15ഉം കൂടി ഗുണിക്കുക. 3 കൊണ്ട് ഹരിക്കുക. 1 3 3 5 3 15 7 5 35. ഓപ്ഷൻ എ 35 ആണ് നമ്മുടെ ആൻസർ. ഒറ്റയാനെ കണ്ടെത്തുക. ACE GIK MOQ UWY. നമുക്കിതിൽ ആദ്യത്തെ ലെറ്റേഴ്സ് നോക്കാം. AG ആയിട്ട് മാറി. AG ആയി മാറാൻ എത്ര കൂടി? 1 2 3 4 5 6 പ്ലസ് 6 കൂടിയത്. GM ആയിട്ട് മാറി. 1 2 3 4 5 6. ഇവിടെ 6 കൂടി. GM ആവുന്ന സമയത്ത് ഇവിടെ 6 കൂടി. ഇനി MU ആയിട്ട് മാറി. 1 2 3 4 5 6 7 8. ഇവിടെ 8 കൂടിയിരിക്കുന്നത്. രണ്ടാമത്തെ ലെറ്റർ നോക്കാം. CI ആയിട്ട് മാറി. C 1 2 3 4 5 6 6 കൂടി. IO ആയിട്ട് മാറി. 1 2 3 4 5 6. IO ആയിട്ട് മാറാൻ 6 കൂടി. OW ആയിട്ട് മാറി. 1 2 3 4 5 6 7 8. ഇവിടെ 8 കൂടിയിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ലെറ്റർ നോക്കാം. EK ആയിട്ട് മാറി. 1 2 3 4 5 6 6 കൂടി.
കെ ക്യൂ ആയിട്ട് മാറി. 1 2 3 4 5 6 അവിടെ 6 കൂടി. ക്യൂ വൈ ആയിട്ട് മാറി. 1 2 3 4 5 6 7 8 ഇവിടെ 8 കൂടിയിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഒറ്റയാൻ? ലാസ്റ്റുള്ള ഈ ഒരു ലെറ്റേഴ്സ് വരുന്ന സമയത്ത് ആ അക്ഷരങ്ങളുടെ കൂടുന്ന രീതി മാറുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 13/40 ദശാംശ രൂപം എത്രയാണ്? 13/40 ദശാംശ രൂപം. ഇത് നമ്മൾക്ക് 13/4 × 10 എന്ന് എഴുതാം. 13/4 കണ്ടു കഴിഞ്ഞാൽ 13 ഹരിക്കണം 4 3 4 12 ശിഷ്ടം 1 പോവില്ല 0.2 0 2 4 8 ശിഷ്ടം 2 0 5 5 4 20. 13/4 എത്രയാണ്? 3.25. പിന്നെ ഒരു ഡിവൈഡഡ് ബൈ 10. 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ഇടുക. എത്ര വരും? 0.325. ഓപ്ഷൻ ബി 0.325. ഒരു സമഭുജ ത്രികോണ സ്തംഭത്തിൻ്റെ പാദ ചുറ്റളവ് 15 സെൻറ്റിമീറ്റർ, ഉയരം 5 സെൻറ്റിമീറ്റർ ആയാൽ വ്യാപ്തം എത്ര? സമഭുജ ത്രികോണ സ്തംഭത്തിൻ്റെ വ്യാപ്തമാണ് ചോദിച്ചിരിക്കുന്നത്. വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? √3a² / 4 × h. √3a² / 4 × h. അപ്പോൾ ഇതിലെന്തൊക്കെ തന്നിട്ടുണ്ട്? പാദ ചുറ്റളവ് തന്നിട്ടുണ്ട്. സമഭുജ ത്രികോണ സ്തംഭം എന്ന് പറയുമ്പോൾ താഴെയും മുകളിലും ഇങ്ങനെ ത്രികോണം, സമഭുജ ത്രികോണം വരും. ഇത് സമഭുജ ത്രികോണമായിട്ട് സങ്കല്പിക്കുക. ഇങ്ങനെ വരും. താഴെയും മുകളിലും സമഭുജ ത്രികോണം വരും. ഇനി ഇതിനൊരു ഹൈറ്റ് ഉണ്ട്. ഈ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. അതുപോലെ പാദ ചുറ്റളവ്. പാദം എന്താണ്? ഇതാണ് പാദം. ഈ പാദം ഒരു സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ എന്താണ്? 3 വശവും സെയിം ആയ ത്രികോണമാണ് സമഭുജ ത്രികോണം. ഇതിൻ്റെ ചുറ്റളവ് തന്നിരിക്കുന്നത്. ഇവിടെ വശം എ ആണെങ്കിൽ 3 വശങ്ങളും എ ആയിരിക്കും. അപ്പോൾ ചുറ്റളവ് എന്താണ് തന്നിരിക്കുന്നത്? 3a ആണ്, 15 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വശം എത്രയാണ്? a = 15/3 5 സെൻറ്റിമീറ്റർ. എ നമുക്ക് കിട്ടി 5 സെൻറ്റിമീറ്റർ. അത് നമ്മൾ വ്യാപ്തത്തിൻ്റെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ √3 × 5² × h എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? h നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. 5/4 എത്രയാണ്? √3 × 5² 25 × 5/4. 25 × 5 എത്രയാണ്? 125 √3/4. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ക്ലോക്കിലെ സമയം എത്രയാണ്? 9:30. ഇത് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം, ഇക്വേഷൻ ഇല്ലാണ്ടും ചെയ്യാം. ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാനിത് ഇക്വേഷൻ ഇല്ലാതെ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. 9:30 ആകുമ്പോൾ 9-ലാണ് ഒരു സൂചി, അടുത്ത സൂചി 6-ലായിരിക്കും. 9-ലൊരു സൂചി, അടുത്ത സൂചി 6-ൽ. ഇനി എന്ത് ചെയ്താൽ 9-ന്ന് 6 മൈനസ് ചെയ്യുക. 9 - 6 എത്രയാണ്? 3. ഇത് +3 ആണ്. +3. ഇനി എന്ത് ചെയ്യുക? ഈ 3-നെ 30 കൊണ്ട് ഗുണിക്കുക. 3 × 30 എത്ര വരും? 90 വരും. ഇനി നമ്മളിവിടെ ഒരു പ്ലസ് എഴുതിയിട്ടില്ലേ? ഇവിടെ കാണുന്ന ഈ മിനിറ്റിൻ്റെ പകുതി പ്ലസ് ആയതുകൊണ്ട് ആഡ് ചെയ്യുക. 90 + 30ൻ്റെ പകുതി എത്രയാണ്? 15. 5 10 105 ഡിഗ്രി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 0.125 ക്യൂബിനെ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.125² കിട്ടുന്നത്? 0.125 ക്യൂബിനെ നമ്മൾ ഏതോ സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോൾ 0.125² കിട്ടി. ഈ 0.125 എത്രയാണ്? 1/8 ആണ് അല്ലേ? 1/8 അല്ലേ 0.125? നമുക്ക് മാറ്റി എഴുതാം. 1/8 ദ ഹോൾ ക്യൂബിനെ x കൊണ്ട് ഗുണിച്ചപ്പോൾ 1/8 ദ ഹോൾ സ്ക്വയർ കിട്ടി. 1/8 ദ ഹോൾ ക്യൂബ് എന്താണ്? 1 ക്യൂബ് ഡിവൈഡഡ് ബൈ 8 ക്യൂബ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 1² ഡിവൈഡഡ് ബൈ 8². ഇനി എക്സ് എങ്ങനെ കാണാം? ഇതിനെ നമുക്ക് ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകാം. ഇവിടെ 1² ഡിവൈഡഡ് ബൈ 8². 1 ക്യൂബ് ബൈ 8 ക്യൂബ് ഇവിടെ എത്തുമ്പോൾ ഇൻറ്റു 8 ക്യൂബ് ബൈ 1 ക്യൂബ് എന്ത് വരും? 1² 1 തന്നെ. 8 ക്യൂബ് 3 തവണ 8-നെ എഴുതി ഗുണിച്ചിരിക്കുന്നു. ഡിവൈഡഡ് ബൈ 8² ഇൻറ്റു 1. 8 പോയി, ഈ 8 പോയി, 8. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 8 ആണ്. ഓപ്ഷൻ എ 8 ആണ് കറക്റ്റ് ആൻസർ.
ഒരു ട്രെയിൻ മണിക്കൂറിൽ 75 കിലോമീറ്റർ എന്ന ഏകീകൃത വേഗതയിൽ നീങ്ങുന്നു. ആ ട്രെയിൻ 20 മിനിറ്റിനുള്ളിൽ എത്ര ദൂരം സഞ്ചരിക്കും? ട്രെയിനിൻ്റെ വേഗത തന്നിട്ടുണ്ട്. വേഗത = 75 km/മണിക്കൂർ. 20 മിനിറ്റിനുള്ളിൽ സമയമാണ് പറഞ്ഞിരിക്കുന്നത്, 20 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് വേണം? ഇവിടെ km/hലാണ് വേഗതയുള്ളത്. അപ്പോൾ ഇത് 20 മിനിറ്റ് എന്നുള്ളത് നമുക്ക് മണിക്കൂറാക്കി മാറ്റാം. എങ്ങനെ മണിക്കൂറാക്കി മാറ്റാം? 20/60 മണിക്കൂർ. ഇനി എത്ര ദൂരം സഞ്ചരിക്കും? ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. ദൂരം = വേഗത ഇൻറ്റു സമയം. വേഗത ഇൻറ്റു സമയം. വേഗത എത്രയാണ്? 75 ഇൻറ്റു സമയം 20/60. 75 60 5 കൊണ്ട് ഹരിക്കാം. 1 5 5, 10 2 5 10. 1 5 25, 5 25. 4 3 12, 5 3 15. 1 4 4, 5 4 20. 5 25. ദൂരം ഓപ്ഷൻ സി 25. ഏത് സമചതുരത്തിലും വശത്തിൻ്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള അനുപാതം എന്ത്? സമചതുരം എന്താണ്? സമചതുരം 4 വശവും തുല്യമായ ചതുരമാണ് സമചതുരം. ഈ വശം എ ആണെങ്കിൽ ഇതും എ ആണ്, ഇതും എ ആണ്, ഇതും എ ആണ്, ഇതൊക്കെ തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ വശത്തിൻ്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള അനുപാതം. നീളം എ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ചുറ്റളവ് എന്താണ്? ചുറ്റളവ് എന്ന് പറയുമ്പോൾ ചുറ്റിലുള്ള അളവ്. 4 പ്രാവശ്യം എ കൂട്ടുക, അതായത് 4a ആണ് ചുറ്റളവ്. നീളവും ചുറ്റളവും തമ്മിലുള്ള അനുപാതം എന്താണ്? a:4a. നമ്മൾ എ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1:4 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.